നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ പേഴ്സൻറ്റേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് അപേക്ഷ നൽകുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപേക്ഷ നൽകുമ്പോൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വയ്ക്കണം, എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആധികാരികമായിട്ട് സംസാരിക്കുന്നത്. നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഫോമാണ്. ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഫോമാണ് നമുക്ക് വേണ്ടത്. നമുക്കറിയാം, 2 ഓപ്ഷനിൽ നമുക്ക് ഫോം ലഭിക്കും. ഒന്ന് ഡയറക്റ്റായിട്ട് കേരള യൂണിവേഴ്സിറ്റി ഫോം ലഭിക്കും. അതല്ല എങ്കിൽ കേരള യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഡൗൺലോഡ് ചെയ്തും നമുക്ക് എടുക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഫോം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. രണ്ടാമത് വേണ്ടത് ഫീ റെസിപ്റ്റാണ്. പേഴ്സൻറ്റേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് കേരള യൂണിവേഴ്സിറ്റി നമുക്ക് അടയ്ക്കേണ്ട ഫീ എന്ന് പറയുന്നത് 550 രൂപയാണ്. ഇതും നമുക്ക് ഫീസ് അടയ്ക്കേണ്ട 2 ഓപ്ഷനിലാണ് നമുക്ക് ഫീ അടയ്ക്കേണ്ടത്. ഒന്ന്, ഡയറക്റ്റായിട്ട് നമുക്ക് ക്യാഷ് കൗണ്ടറിൽ ഫീ അടയ്ക്കാം. അതല്ല എങ്കിൽ കേരള യൂണിവേഴ്സിറ്റി pay.kerala യൂണിവേഴ്സിറ്റി സൈറ്റിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഫീ അടയ്ക്കാവുന്നതാണ്. അപ്പോൾ 2 ഓപ്ഷനിൽ നമുക്ക് ഫീ അടയ്ക്കാം. നമ്മൾ ഉറപ്പ് വരുത്തുക, ഫീസിൻ്റെ കാര്യത്തിൽ എത്ര രൂപയാണെന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എത്ര രൂപയാണ് വേണ്ടത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഫീസിന് മാറ്റം വരാം. അതുകൊണ്ട് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഫീ അടയ്ക്കാൻ പാടുള്ളൂ. എന്തെങ്കിലും ഫീയുടെ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോണിൽ വിളിക്കുക. അപ്പോൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ കൂടെ വയ്ക്കേണ്ടത് കൺസോൾ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും SLCയും +ൻ്റെ കോപ്പിയാണ് ഇതിൻ്റെ കൂടെ വയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞത് ഫോമാണ്, രണ്ടാമത് ഫീ റെസിപ്റ്റാണ്, മൂന്നാമത് ഈ പറഞ്ഞിരിക്കുന്ന കൺസോൾ മാർക്ക് ലിസ്റ്റും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും SLCയും +ൻ്റെ കോപ്പിയാണ് ഇതിൻ്റെ കൂടെ വയ്ക്കേണ്ടത്. ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് വേണ്ടത്. ഒന്നും കൂടെ പറയാം. ആദ്യം നമുക്ക് വേണ്ട ഫോമാണ്, രണ്ടാമത് ഫീ റെസിപ്റ്റാണ്, മൂന്നാമതിൽ കൂടെ വയ്ക്കേണ്ട ഡോക്യുമെൻറ്റ്സ് കൺസേൺ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, SLC +ൻ്റെ കോപ്പി. അതോടൊപ്പം തന്നെ സ്റ്റാമ്പും എൻവലപ്പും. നമുക്ക് വരേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ വരേണ്ട സ്റ്റാമ്പും എൻവലപ്പും ആണ് നമ്മൾ ആറാമത് നമ്മൾ വയ്ക്കേണ്ടത്. നമ്മൾ സ്റ്റാമ്പ് എൻവലപ്പിൽ ഒട്ടിച്ച് സെൽഫ് അഡ്രസ്സ് എഴുതി ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ പിൻ ചെയ്ത് ഈ അപേക്ഷയോടൊപ്പം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ 32 സ്റ്റാമ്പാണ് നമ്മൾ അതിൽ വയ്ക്കേണ്ടത്. അതിൽ നിങ്ങൾ എവിടെയാണ് ഈ സർട്ടിഫിക്കറ്റ് വരേണ്ടത് അത് സെൽഫ് അഡ്രസ്സായിട്ട് എഴുതി എൻവലപ്പും ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ വെച്ച് പിൻ ചെയ്ത് സോർട്ട് ചെയ്ത് നമുക്ക് 2 ഓപ്ഷനിൽ നമുക്ക് ഈ അപേക്ഷ കൊടുക്കാം. ഒന്നിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ അവിടെ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ്റെ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഇത് രജിസ്ട്രാറിന് കൊടുക്കേണ്ട ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഏൽപ്പിക്കാം. അതല്ല എങ്കിൽ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഈ ഫയൽ സെൻഡ് ചെയ്യുന്നതെങ്കിൽ പോസ്റ്റ് അഡ്രസ്സ് ഇതാ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ദി രജിസ്ട്രാർ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, പാളയം, തിരുവനന്തപുരം 695034 എന്ന് പറയുന്ന അഡ്രസ്സ് എഴുതി നമുക്ക് അയക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് നോക്കിയതെന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ പേഴ്സൻറ്റേജ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് വയ്ക്കണം, എത്ര രൂപ അടയ്ക്കണം ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ഫീസിൻ്റെ കാര്യത്തിലോ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ വിളിക്കുക. തീർച്ചയായിട്ടും അത് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു.